നിലവിൽ ഇത് തുടങ്ങുന്ന ദിവസം മുതലേ തന്നെ ഇത്തരത്തിലേക്കുള്ള സംഘർഷങ്ങൾ നിരന്തരമായി ഉണ്ടായി. അതെല്ലാം തന്നെ നമ്മൾ കൃത്യമായി പരിശോധിച്ച് പരിഹരിച്ച് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനിടയ്ക്ക് തന്നെ ഒരു ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു അലിഗേഷൻ പിടിക്കുകയുണ്ടായി. അതും യൂണിയൻ തന്നെയാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളതും. അത് നിയമപരമായി പരാതി കൊടുക്കുകയും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ ഇന്ന് ഇത്തരത്തിലേക്ക് ഇത്രയും ഡിലേ ഉണ്ടായെങ്കിലും നമ്മൾ അഡീഷണൽ വേദികൾ ഇട്ടുകൊണ്ട് പരിപാടികളെല്ലാം സമയബന്ധമായി നടത്തി തീർക്കുകയും ഇന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് മാത്രമാണ് ഇനി നടക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദിവസത്തെ അപ്പീലുകളെല്ലാം തന്നെ പല വിദ്യാർത്ഥികളുടെയും പരാതി പ്രകാരമുള്ള അപ്പീലുകളെല്ലാം പരിഹരിക്കുവാനായിട്ട് ഇന്ന് രാവിലെ അപ്പീലേറ്റിംഗ് കമ്മിറ്റി കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിൽ കുറേയധികം ജെന്യൂനായിട്ടുള്ള കേസുകളെല്ലാം തന്നെ പരിഹരിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ നാടൻപാട്ടുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിഷയങ്ങൾ വിദ്യാർത്ഥികൾ ഉയർത്തിയുണ്ടായി. പക്ഷേ അത് പരിശോധിച്ചപ്പോഴും അതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് അപ്പീലേറ്റിംഗ് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതി തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒന്നാം വേദിയിൽ DF അടക്കം സിൻഡിക്കേറ്റ് മെമ്പർമാർ അടക്കമുള്ള ആൾക്കാരെ ഒന്ന് അവതരിപ്പിച്ചപ്പോൾ അതിൽ കുറച്ച് തൃപ്തികരം അല്ലായിരുന്നു ആ പരാതി എന്ന വിദ്യാർത്ഥി. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വേദിയിലേക്ക് കടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സാധാരണഗതിയിൽ കാണുന്നതിന് അപ്പുറമായൊരു സംഘർഷാവസ്ഥ നിലനിന്നതിൻ്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാർ അടക്കമുള്ള ഒരു റിപ്പോർട്ട് VCക്ക് കൈമാറുകയും VC താൽക്കാലികമായി ഇത് നിർത്തിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയിൽ ഇത് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അത് സാധ്യമാവുന്ന കാര്യമല്ല. അപ്പോൾ താൽക്കാലികമായി ഇത് നിർത്തിവെക്കണമെന്ന് തന്നെയാണ് യൂണിയൻ്റെയും നിലപാട്. കഴിഞ്ഞ ദിവസം ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വേദികളിൽ ഈ മത്സരം നടക്കുന്നതുകൊണ്ട് താമസിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. KFC-യുടെ ഒരു പ്രകടനം ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു പ്രതിരോധം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു സംഘാടനത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിക്കുന്നുണ്ടോ? സംഘാടകത്തിൽ യാതൊരു പിഴവും ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ നന്നായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഷെഡ്യൂളെല്ലാം തന്നെ അത്ര റീഅറേഞ്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തുടക്ക ദിവസം മുതലേ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നും ഇതെങ്ങനെയും തകർക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്രയിലേക്ക് KSUവിൻ്റെ ഒരു മാർച്ച് അടക്കമുള്ളത് നടന്നിട്ടുള്ളത്. അവിടെ പരിശോധിച്ചാൽ മനസ്സിലാകും അവിടെ ഇരുന്ന വിദ്യാർത്ഥികളടക്കം അല്ലെങ്കിൽ ആ സമയത്ത് സ്റ്റേജിൽ ഇവന്റ് പ്രചോദിക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ആൾക്കാർ വന്നിറങ്ങിക്കൊണ്ട് വലിയ രീതിയിൽ വിഷമം പറയുകയും അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ്. KSU പോലെയുള്ള അല്ലെങ്കിൽ ABP പോലുള്ള സംഘടനകൾ ഇത് എങ്ങനെ ഇല്ലാണ്ടാക്കണമെന്നുള്ള ശ്രമത്തിൻ്റെയും കൂടിയൊക്കെ ഭാഗമായിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി സർവകലാശാലയും പരിശോധിക്കുക. നിയമപരമായി നമ്മളും പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ട്. ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ ഇത്തരത്തിലേക്ക് ഇത് കുളമാക്കുവാനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം പരിശോധിക്കണം തന്നെയാണ് യൂണിയന്റെയും നിലപാട്. പ്രതിഷേധങ്ങളിൽ എല്ലാം തന്നെ അല്ല, പക്ഷേ പ്രതിഷേധങ്ങളുടെ ഒക്കെ പിന്നിൽ ഇത്തരത്തിലേക്കൊരു രാഷ്ട്രീയ ചായ്വുണ്ട് എന്നുള്ള ഒരു ബോധ്യം യൂണിയനുണ്ട്. അറിയിപ്പായിട്ട് നൽകുന്നുണ്ട്. ഇതിപ്പോൾ VCയിൽ നിന്നുള്ള രേഖാമൂലം ഞങ്ങൾ കിട്ടിയിട്ടില്ല. പക്ഷേ ഡയറക്ടർ അടക്കമുള്ളവർ വിളിച്ച് വാക്കാലാണ് പറഞ്ഞിട്ടുള്ളത്. അത് രേഖാമൂലം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് മാധ്യമങ്ങളിലും മറ്റുമെല്ലാം അതിന്റെ സ്റ്റേറ്റ്മെന്റ് തരുന്നതായിരിക്കും. കേട്ടില്ല. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മണിക്കൂറുകളായി ഇരിക്കുന്നു. കാരണം ഡിലേ ആണല്ലോ മത്സരങ്ങൾ തുടങ്ങാനൊക്കെ. അപ്പൊ ആ വിദ്യാർത്ഥികൾക്ക് അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ മനഃപൂർവ്വമായി സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ല ഇത് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന കലോത്സവമാണ്. അപ്പോൾ അവർ തന്നെ അവരെ പരാതികൾ ഇടുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കുകയും അതിൽ എന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുന്ന ഒരു നിലപാടാണ് അപ്പീലേറ്റ് കമ്മിറ്റിയോടൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ തീരുമാനപ്രകാരം ഇത് അലങ്കോലമാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ തീരുമാന ഭാഗമായിട്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ഇത് താൽക്കാലികമായിട്ടാണ് നിർത്തിവെക്കുന്നത്. ഇത് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഈ സംഘർഷാവസ്ഥ ഒന്ന് തണുത്തതിന് ശേഷം ഈ പറയുന്ന രണ്ട് പറയുന്ന ഇവന്റുകളും അല്ലല്ല, അതങ്ങനെയല്ല. അത് തെറ്റായ ധാരണയാണ്. അതൊന്നുമല്ല. അത് ആ വിഷയം, അതായത് ഈ തലേ ദിവസം അന്നത്തെ ദിവസം വെളുപ്പംകാലത്ത് 3 മണിക്കാണ് ഈ പറയുന്ന രീതിയിലേക്കുള്ള മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷൻ ഞങ്ങൾ പിടിക്കുകയുണ്ടായി. ആ പിടിച്ച സമയത്ത് നിലവിൽ ഞങ്ങൾ അധികാരികളുമായി അറിയിച്ചുകൊണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള എല്ലാ റിസൾട്ടുകളും അതുപോലെ എല്ലാ പരിപാടികളും നിർത്തിവെക്കുവാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 2-3 ഇവന്റുകളുടെ റിസൾട്ടുകൾ അവിടെ മരവിപ്പിച്ച് വയ്ക്കുകയുണ്ടായി. പക്ഷേ അടുത്ത ദിവസം ഈ ഫയൽ ചെന്നപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് അപ്പോൾ തന്നെ പിൻവലിക്കുകയും അത് സ്റ്റേജ് വഴി അനൗൺസ്മെന്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് തിരിച്ച് വീണ്ടും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു പരാതി നമ്മൾ ഈ അപ്പീൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണമല്ലോ. അങ്ങനെ മത്സരങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം അല്ല, അത് സർവകലാശാല നിയമപ്രകാരം അത്തരത്തിലേക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് എടുക്കുന്ന വീഡിയോ അപ്പീലേറ്റ് കമ്മിറ്റിയിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനമുള്ളത്. അത് സർവകലാശാലയുടെ നിയമമാണ്, ഞങ്ങളുണ്ടായിട്ടുള്ള നിയമമല്ല. ഈ കലോത്സവം പൂർണ്ണമായും നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾ കുറെ കാലമായിട്ട് ഈ പരിശീലനത്തിലൊക്കെ ഏർപ്പെട്ടതാണ്. ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് തീരുമാനിക്കുക? VC പൂർണ്ണമായും നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇനി ഒരൊറ്റ ഇവന്റും കൂടെ മാത്രം, ഗ്രൂപ്പ് ഡാൻസും കൂടെ മാത്രമാണ് നടക്കാനുള്ളത്. ആ ഗ്രൂപ്പ് ഡാൻസ് ഈ ഒരു സംഘർഷാവസ്ഥ നടത്തുന്നതിന് ശേഷം ഞങ്ങളത് സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് പ്രൈസ് കിട്ടിയ സമാപനയോഗം സംഘടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന മുഴുവൻ റിസൾട്ട് പ്രകാരമുള്ള പ്രൈസുകൾ അത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതായിരിക്കും.
അതിന് ഞങ്ങൾക്ക് ആലോചിക്കണം. സർവകലാശാല അധികാരികളും സിൻഡിക്കേറ്റും അല്ലെങ്കിൽ അപ്പലേറ്റ് കമ്മിറ്റിയുമായിട്ട് ആലോചിച്ചുകൊണ്ട് അത് അറിയിക്കുന്നതായിരിക്കും. അപ്പീലുകളിൽ കൂടെ തീരുമാനമെടുത്ത് അത് വീണ്ടും പ്രസിദ്ധീകരിക്കുമോ? ഫലപ്രഖ്യാപനം ഉണ്ടാവും? ഏതാണ് മനസ്സിലായില്ല. നിലവിൽ അപ്പീൽ ബാക്കി അല്ല, നിലവിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള അപ്പീലുകളെല്ലാം തന്നെ ഇന്നത്തെ രാവിലത്തെ അപ്പലേറ്റ് കമ്മിറ്റി പരിശോധിച്ച് അതെല്ലാം നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ആ തീരുമാനത്തിനെതിരെയാണല്ലോ പ്രതിഷേധിക്കുന്നത്. ആ തീരുമാനത്തിൽ മാറ്റമില്ല. അല്ല, അപ്പലേറ്റ് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുന്നത് അതിന് അവർക്ക് ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ് അടുത്ത സർവകലാശാല നിയമം അനുസരിച്ച് ഉള്ളത്. വീഡിയോ പ്രൂഫ് ഇല്ല എന്നുള്ളതാണ് ഈ മത്സരാർത്ഥികൾ ഉന്നയിക്കുന്ന കാര്യം. കാരണം അല്ല, വീഡിയോ പ്രൂഫ് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു കാര്യം അല്ല വീഡിയോ പ്രൂഫ് നിലവിൽ സർവകലാശാലയുടെ നിയമം അനുസരിച്ച് അതിൽ സ്വീകരിക്കാൻ കഴിയില്ല. അത് സർവകലാശാലയുടെ വർഷങ്ങളായി തുടർന്നു വരുന്ന നിയമമാണ്, അല്ലാതെ ഇപ്പോൾ ഞങ്ങളോ അല്ലെങ്കിൽ യൂണിയനോ ഉണ്ടാക്കിയിട്ടുള്ള നിയമമല്ല. റെക്കോർഡ് ചെയ്യരുതെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല. വീഡിയോ സർവകലാശാല ഔദ്യോഗികമായിട്ട് ഈ പരിപാടികൾ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ റെക്കോർഡ് ചെയ്ത റെക്കോർഡ് ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, യൂണിയൻ റെക്കോർഡ് ചെയ്താലും ഈ അപ്പലേറ്റ് കമ്മിറ്റിയിൽ അതിന് വാല്യൂ ഇല്ല. അതാണ്, അത് സർവകലാശാല നിയമമാണ്, അല്ല ഞങ്ങൾ യൂണിയൻ ഉണ്ടായിട്ടുള്ള നിയമമല്ല. അല്ല, സർവകലാശാല കേന്ദ്രത്തിൽ ഇത്രയും വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് ഡയറക്ടറും അതുപോലെ രജിസ്ട്രാറും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ VC എടുത്തിട്ടുള്ള ഇല്ലല്ലോ, ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾ സർവകലാശാല എന്ത് നിലപാടെടുക്കുന്നു അതിനോടൊപ്പം നിൽക്കുമെന്നുള്ള നിലപാടിലാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. ശരി. അല്ല, അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ജഡ്ജസിനെ ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമില്ല. ജഡ്ജസിന്റെ പാനൽ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അപ്പലേറ്റ് കമ്മിറ്റിയിൽ വെച്ച് അത് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രൊസീജിയർ ക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ പരിപാടി നടത്താൻ കഴിയുള്ളൂ. മുഴുവൻ ആ രജിസ്റ്ററിലുള്ള വിദ്യാർത്ഥികളെയും വിളിച്ചുകൊണ്ട് അവർക്ക് ആ പരിപാടി സംഘടിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കും.